ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്ന് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് കടന്നാലോ. അങ്ങനെ പ്രകാശിനോട് കാർത്തിക പറയുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊക്കെ വളരെ നന്നായിട്ട് നടത്തുന്ന ഒരു ആചാരം അച്ഛൻ ഇത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് അവിടെ പെൺകുട്ടികളുണ്ടെങ്കിൽ അച്ഛൻ അവരുടെ കാലൊന്ന് കഴുകാവോ? ഞാനോ? പിന്നല്ലാതെ അച്ഛ അങ്ങനെ ചെയ്ത ഐശ്വര്യം കുമിഞ്ഞു കൂടുന്ന പറയണത്. അച്ഛന് നല്ല പണക്കാരനാവണ്ടേ, അച്ഛന്റെ മോളിൽ നല്ല ജയിച്ച് കാണണ്ടേ. അത് മാത്രല്ല വിക്രത്തിന് നല്ലൊരു ജീവിതം വേണ്ടേ, നമുക്ക് നല്ല വീടൊക്കെ വെച്ച് നല്ല കമ്പനിയൊക്കെ തുടങ്ങി നല്ല അടിച്ചു പൊടിച്ച് ജീവിക്കണ്ടേ. അപ്പൊ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, നല്ല ഐശ്വര്യമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ചടങ്ങ് നടത്തണോ അച്ഛ എന്ന് പറയാണ്. ശരി മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സമയത്ത് എങ്കിൽ അച്ഛൻ ആ ചടങ്ങൊക്കെ ചെയ്യ് എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് പ്രകാശ് ഫോൺ വെക്കുവാണ്. എന്നിട്ട് പ്രകാശ് മനസ്സിൽ വെക്കുന്നുണ്ട്, ഈശ്വര ഇത് ഞാൻ തന്നെ ചെയ്യണമല്ലോ, പെണ്ണുങ്ങളെ വെറുക്കണം, ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യണമല്ലോ. കഷ്ടകാലത്തിന് ആ ദീപി അവിടെ വന്നിട്ടുണ്ട്, അവളുടെ മുമ്പിൽ ഞാൻ ചെയ്യണമല്ലോ എന്നൊക്കെ വിചാരിക്കുക കേട്ടോ. അതിനുശേഷം എന്തായാലും ചെയ്തു എന്റെ മോൻ വിക്രത്തിന് വേണ്ടി കൂടി ചെയ്യണതല്ലേ, അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് പ്രകാശിനകത്തേക്ക് പോകുവാണ്. അങ്ങനെ പൂജാരി പ്രകാശിനെ ആ 3 പെൺകുട്ടികളെയും കൂട്ടിക്കൊണ്ട് ചടങ്ങ് നടക്കുന്നിടത്തേക്ക് കൊണ്ടുപോട്ടോ. ആ സമയത്ത് ദീപ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെന്താ ഈ ചടങ്ങ് എന്ന രീതിയിൽ ദീപ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം പ്രകാശിനോട് പൂജാരി പറയുന്നുണ്ട്, ഇനി ആ 3 പെൺകുട്ടികളെ നന്നായിട്ടൊന്ന് തല മുതൽ കാല് വരെ ഒന്ന് ആരതി ഒഴിനെ. ഞാനോ എന്ന് പ്രകാശ് ചോദിക്കുമ്പോൾ, പിന്നെ ഞങ്ങളോ? താങ്കളല്ലേ ചടങ്ങ് ചെയ്യണം, അപ്പൊ താങ്കളാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ, ശരി തിരുമേനി എന്ന് പറഞ്ഞിട്ട് ആ 3 പെൺകുട്ടികളെ തല മുതൽ കാല് വരെ ആരതി ഒഴിയായിട്ട് പ്രകാശൻ. അതിനുശേഷം ആ പെൺകുട്ടികളടുത്ത് പൂജാരി പറയുന്നുണ്ട്, ഇനി മക്കള് ആ പീഠത്തിൽ ഇരുന്നോളൂ എന്ന് പറയാണ്. അങ്ങനെ പെൺകുട്ടികൾ 3 പേരും കസേരയിൽ ഇരിക്കുന്നുണ്ട്. പ്രകാശിനോട് പറയുന്നുണ്ട്, ആ 3 പെൺപിള്ളേരുടെ കാലില് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിക്കോളൂ എന്ന് പറയാണ്. അങ്ങനെ പ്രകാശൻ മനസ്സുള്ളത് മേടിക്കാണ്. എന്നിട്ട് ആ പൂജാരി പറയുന്നത്, നല്ല സന്തോഷത്തോടു കൂടി തന്നെ പെൺമക്കളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെണ്ണുങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് വേണം ആരതി ഒഴിഞ്ഞിട്ട് കാല് കഴുകാനായിട്ടെന്ന് പറയാണ്. പ്രകാശൻ അതുപോലെ തന്നെ ആ 3 പെൺകുട്ടികളെ കാല് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ ലക്ഷ്മി വരുന്നത്. അപ്പൊ ലക്ഷ്മി വരുമ്പോഴേക്കും നമ്മുടെ ഫോൺ വരുന്നുണ്ട് കാർത്തികയുടെ ഫോൺ വരുമ്പോഴേക്കും കാർത്തിക പറയുന്നുണ്ട്, അമ്മ അമ്പലത്തിലെത്തിയോ? എത്തി മോളെ. അതെ അവിടെ ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആണോ? ഞാനൊരു കാര്യം ചെയ്യാം, അതൊക്കെ മൊബൈലിൽ പകർത്താം. അങ്ങനെ മൊബൈലിൽ പകർത്താണെങ്കിൽ എനിക്കും കൂടി അയച്ചു തന്നെ, എനിക്കും അതൊക്കെ കാണണം. പിന്നെ അമ്മക്ക് സർപ്രൈസ് ആയിട്ട് അവിടെ ഒരാൾ കൂടി വന്നിട്ടുണ്ട്. ഇവിടെയോ? അതേന്നെ, പ്രകാശന്റെ ഒന്നും അറിയാത്ത ആ 2ാം ഭാര്യ അവരവിടെ എത്തിയിട്ടുണ്ട്. അത് മോൾക്ക് എങ്ങനെ അറിയാം? അവിടെ അമ്പലത്തിൽ എനിക്ക് പരിചയക്കാരൊക്കെ ഉണ്ട്, ഇപ്പൊ ഉണ്ടമ്മേ. പരിചയത്തിൽ ഒരാൾ പറഞ്ഞതാണ്, സെറ്റ് സാരിയെ കൊടുത്തിട്ട് അവർ വന്നിരിക്കണത്. അമ്മേനെ പോലെ ഒരു പാവ സ്ത്രീയാ, കാണാൻ നല്ല സുന്ദരിയാ. അമ്മയ്ക്കിനി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ? ഇല്ല മോളെ, ഞാൻ കണ്ടുപിടിച്ച് പരിചയപ്പെട്ടോളാം. ശരി, എങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യും, ആ വീഡിയോ എടുക്കുകയാണെങ്കിൽ എനിക്കും കൂടി അയച്ചു തന്നെ കേട്ടോ എന്ന് കാർത്തിക പറയുമ്പോൾ, ശരി മോളെ ഞാൻ ചെയ്തോളാം എന്ന് നമ്മുടെ ലക്ഷ്മി പറയണം. പക്ഷേ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഡ്രൈവറോട് പറയുന്നുണ്ട്, ശരവണ ഞാൻ പറയുന്ന വീഡിയോ പകർത്തി എടുക്കണം. ശരി മേഡം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ലക്ഷ്മി മൂലക്ക് മാറി നിൽക്കുക കേട്ടോ. അതിനുശേഷം പ്രകാശിന് പെൺപിള്ളയുടെ കാല് കഴുകുവാണ്. ദീപ അത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുവാണ്. അതിനുശേഷം പൂജാരി പെട്ടെന്ന് പറയുന്നുണ്ട് പ്രകാശിനോട്, ഇനി പ്രകാശ ആ കാല് കഴുകിയ വെള്ളം ഉണ്ടല്ലോ അതുകൊണ്ട് മുഖം കഴുകു എന്ന് പറയാണ്. മുഖം കഴുകാനോ? അതെ, ആ വെള്ളം കൊണ്ട് മുഖം കഴുകണം എന്ന് പറയാണ്. അങ്ങനെ പ്രകാശൻ ആ കാല് കഴുകിയ 3 പേരുടെയും കാല് കഴുകിയ വെള്ളം ഒരു തട്ടത്തിലാക്കിയതിനു ശേഷം ആ വെള്ളം എടുത്തിട്ട് മുഖം നന്നായിട്ട് കഴുകുവാട്ടോ. ഇതൊക്കെ കണ്ട് ദീപ കിളി പോയ പോലെ നോക്കി നിൽക്കുവാണ്. അങ്ങനെ ദീപയുടെ മുമ്പിൽ തോറ്റി കൊടുത്തിട്ടില്ലെന്ന് അറിയിക്കാൻ വേണ്ടി പ്രകാശൻ ആ വെള്ളം കൊണ്ട് മുഖമൊക്കെ കഴുകിയിട്ട് ആ ചടങ്ങ് തീരുവാണ്. അതിനുശേഷം പ്രകാശൻ കുറച്ച് പൈസ കയ്യിലേക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. നല്ല ചടങ്ങൊക്കെ നടന്നതല്ലേ, ഇന്ന് മിഠായിയൊക്കെ മേടിച്ച് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് പൈസയൊക്കെ കൊടുക്കുവാണ്. ശേഷം പൂജാരിക്കും പൈസ കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ദീപയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ഇനിയേ ഞങ്ങൾക്ക് സന്തോഷവും അതുപോലെ തന്നെ സമാധാനവും ഐശ്വര്യവും കുമിഞ്ഞു കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് ദീപയുടെ അടുത്ത് അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് അഹങ്കാരത്തോടു കൂടി തന്നെ പോകുക കേട്ടോ. ദീപ അത് കഴിഞ്ഞിട്ട് പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ലക്ഷ്മി ഒരു ദീപയുടെ പുറകെ തോളത്തിനെ കൈ തൊടുവാട്ടോ. അതുപോലെ ദീപ തിരിയുമ്പോഴേക്കും, അയ്യോ സോറി, ആള് മാറിപ്പോയി, എനിക്ക് പരിചയമുള്ള ഒരാളെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കിയത് കേട്ടോ. സാരില്ല. അല്ല എന്താ പേര്? ദീപ എന്നാ. ദീപ, ഞാനിപ്പോൾ ഒരു ചടങ്ങ് നടക്കുന്നത് കണ്ടു ഇവിടെ എന്ന് പറയാണ്. ആ ചടങ്ങ് അതെന്തിന്റെ ചടങ്ങെന്ന് പറയുമ്പോൾ, അത് എനിക്കറിയില്ല കേട്ടോ, ഞാനും ആ ചടങ്ങ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരാളെ ചടങ്ങ് ചെയ്യണ്ടായാലോ, അയാളുടെ മക്കളുടെ കാലാണ് ആൾ കഴുകുന്നത്. അയാളുടെ മക്കളുടെ കാലൊന്നല്ല, അയാൾക്ക് പെൺപിള്ളേരെ കാണുന്നതേ ഇഷ്ടമല്ല, അയാളെന്റെ ഭർത്താവായിരുന്നു എന്ന് പറയുവാണ്.
ഓ അതെയോ, അപ്പൊ ഭർത്താവിനെ പെമ്മക്കളെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നണല്ലോ എന്ന് ലക്ഷ്മി പറയുമ്പോൾ ദീപ പറയണ്ട് അല്ല, ഇപ്പൊ ഭർത്താവായിട്ട് ഞാൻ ബന്ധം പിരിഞ്ഞു. അയാൾക്ക് പെമ്മക്കളെ കാണുന്നത് ഇഷ്ടമല്ല, പെമ്മക്കളെ മാത്രമല്ല പെണ്ണുങ്ങളെ കാണുന്നത് ഇഷ്ടമല്ല, ഒരു ചതുർത്ഥി പോലെയാ അയാളാ ചടങ്ങ് ചെയ്തത്. എനിക്ക് അത്ഭുതം തോന്നി. എന്താ പേരെന്ന് ദീപ ചോദിക്കുമ്പോ ലക്ഷ്മി. നമുക്കെന്നാ ഇനിയും കാണാം എന്ന് പറയാണ്. ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദീപ അവിടുന്ന് പോകുന്നുണ്ട്. ശേഷം നമ്മുടെ ലക്ഷ്മി ദൈവങ്ങളോട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാട്ടോ. ദീപയാണെങ്കിൽ അതിനുശേഷം നമ്മുടെ എന്താണ് പ്രാർത്ഥിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിനെയാണ്. കല്യാണി കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ കിരണിനോട് കാണിച്ചു കൊടുക്കുകയാണ്. കിരണേട്ട ഇതിൽ ഏത് സാരിയാണ് നല്ലത് എന്ന് കാണിക്കുമ്പോൾ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഓരോരോ സാരി കിരൺ നോക്കുവാണ്. ശേഷം പറയുന്നുണ്ട് ഓരോ സാരിയും ഒന്നിനൊന്നും മെച്ചമാണ് എന്നിങ്ങനെ പറയുവാണ്. എന്നാലും ഏത് സാരി ഇഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ കിരൺ ഒരു നീല സാരി എടുക്കുന്നുണ്ട്. ഇത് കൊള്ളാം, നീ ചടങ്ങിന് പോകുമ്പോൾ ഈ സാരി ഉടുത്താൽ മതി എന്ന് പറയാണ്. കൊള്ളാലേ, എന്നാൽ ഈ സാരി തന്നെ ഉടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ദീപ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ദീപ അമ്മ എത്തിയാലോ. അപ്പോഴേക്കും കിരൺ പറയണ്ട് അമ്മ അമ്പലത്തിലെ ചടങ്ങും എന്താണ് പൂജയും കാര്യങ്ങളും അന്നദാനമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നതല്ലേ. അതെ, പിന്നെ ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ ഒരു കാഴ്ച കണ്ടു. കാഴ്ചയോ? പ്രകാശ് എന്ന് പറഞ്ഞ ആള് ആ അമ്പലത്തിലുണ്ടായിരുന്നു. അവിടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു മോളെ. ഞാൻ ആദ്യമായിട്ടാ അങ്ങനത്തെ ഒരു ചടങ്ങ് കാണുന്നത്. പെൺപിള്ളയുടെ കാല് കഴുകി ആ കാല് കൊണ്ട് മുഖം കഴുകുന്ന ചടങ്ങ്. അതിൽ ആ പ്രകാശനാണ് ചെയ്യാനുണ്ടായിരുന്നത്. പ്രകാശനോ? അതേന്നേ, അയാള് 3 പെൺപിള്ളയുടെ കാല് കഴുകിയിട്ട് ആര്യതി എഴുതി കാല് കഴുകി ആ കാല് കൊണ്ടിട്ട് മുഖം തുടയ്ക്കുമായിരുന്നു എന്ന് പറയുവാണ്. ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ എന്ന് പറയാണ് കേട്ടോ നമ്മുടെ കല്യാണി. അതിനുശേഷം ദീപ പറയുന്നുണ്ട് അത് മാത്രമല്ല മോളെ, ഞാൻ പോയപ്പോ അയാള് അതാണ് പൂജാരിയുടെ അടുത്ത് പുഷ്പാഞ്ജലി ചെയ്യിപ്പിക്കുകയായിരുന്നു വിക്രത്തിന്റെ പേരിലും പിന്നെ ഒരു ലക്ഷ്മി ഉത്തരടാതി എന്ന് പറഞ്ഞതിന്റെ പേരിലും. ആരാ മോളെ ലക്ഷ്മി എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല മോളെ. എന്നാലും ലക്ഷ്മിയുടെ പേരിലും അയാൾ പുഷ്പാഞ്ജലി കഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കിരൺ എടുത്ത വായിക്ക് പറയുന്നുണ്ട് അയാൾ ഇപ്പൊ 2ാമത് കെട്ടാൻ പോകുന്ന പെണ്ണായിരിക്കും എന്ന് പറയാണ്. ആ സമയത്ത് കല്യാണി പറയണ്ടേ അയാൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണായിരിക്കില്ല, മോൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണായിരിക്കും എന്ന് പറയാണ്. എന്തായാലും അയാൾ അങ്ങനെ ചെയ്യേണ്ട ചടങ്ങ് കാണാൻ പറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദീപ അകത്തേക്ക് പോവാട്ടോ. ദീപ പോയിക്കുമ്പോ കിരൺ പറയണ്ടേ എന്നാലും ലക്ഷ്മി ഉത്രട്ടാതി അത് ആരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ കല്യാണി. അതിന്റെ പുറകിൽ നിന്ന് നടക്കേണ്ട കിരണേട്ടാ, അയാൾ എന്തായാലും ചെയ്യട്ടെ എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ രൂപ കല്യാണിന്റെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട്. ദേ അമ്മയാ വിളിക്കണത്. എടുക്കുന്ന പറയാണ്. മോളെ പുറപ്പെടാനെല്ലാം തയ്യാറാക്കിയോ? തയ്യാറാക്കിയമ്മേ. പിന്നെ നാളെ രാവിലെ പോകുമ്പോൾ ഇവിടെ നിന്ന് പോവാൻ കേട്ടോ. ഞങ്ങളത് പറയുമായിരുന്നു. ശരി മോളെ, നാളെ രാവിലെ കാണാം എന്ന് പറഞ്ഞിട്ട് രൂപ ഫോൺ കട്ട് ചെയ്യാണ്. കിരണോട് പറയണ്ട് അമ്മ പറയാ അവിടെ നിന്ന് പോകാന്ന്. അതിനെന്താ, നമുക്ക് ഇന്ന് രാത്രി തന്നെ അമ്മയുടെ അടുത്തേക്ക് പോവാം. കിരണേട്ടാ പോകുമ്പോൾ മോനെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നും. യാത്ര പറയുമ്പോഴൊക്കെ ഞാൻ കരഞ്ഞു പോകും, അല്ലെങ്കിൽ തന്നെ ഇപ്പം തന്നെ എനിക്ക് വല്ലാത്ത വിഷമമാണ് എന്ന് പറയുമ്പോൾ ശരി കല്യാണി, നമുക്ക് രണ്ടുപേർക്ക് മാത്രം രാത്രി പോകാം, രാവിലെ നിനക്ക് അവിടെ നിന്ന് യാത്ര പോകാമല്ലോ. ശരി എന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് അടുത്ത എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.